സിനിമ എന്നുള്ള അർത്ഥത്തിൽ അത് പരാജയം എന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. മലൈക്കോട്ടെ വാലിബൻ 10 വർഷത്തിന്റെ ശേഷം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കൂടെ വീണ്ടും ഒരു സിനിമ എന്നുള്ള രീതിയിലാണ്. ലിജോ നേരത്തെ തന്നെ ആലോചിച്ചിട്ടുള്ള പ്ലോട്ടാണ് അത്. പല രീതിയിലായിരുന്നു മാത്രം. ആദ്യം അത് ലിജോയുടെ തോട്ടാണ്. മലയാള സിനിമയിൽ നിലവിളക്ക് കത്തിച്ചിട്ടോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പടം വെച്ചിട്ടുമാണ് സിനിമ സാധാരണ തുടങ്ങാറ്. നമ്മളിത് എറിഞ്ഞാണ് തുടങ്ങിയത്. അവൻ ഇറങ്ങിയപ്പോഴും ഈ ഒട്ടും എന്താണ് സംസ്കാരമുള്ളവർക്ക് കാണാൻ പറ്റാത്ത സിനിമ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഭയങ്കര ബഹളം ഉണ്ടാക്കിയതാണ്. ഇന്നത്തെ പല നിരൂപക സിംഹങ്ങളും ഘോരഘോര നിരൂപണം എഴുതിയതാണ്. ഇത് എന്ത് സിനിമയാണ്, ഇത് മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന ടേബിളിലോട്ടാണോ ഇത് വലിച്ചെറിയണമെന്ന് ചോദിച്ചിട്ട് LJP ഇപ്പം കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിൽ പറഞ്ഞു 10 സിനിമകൾ പ്രായമുള്ള ഒരു സംവിധായകനാണ് ഞാൻ എന്നുള്ള. അപ്പോൾ ടിനു പാപ്പച്ചനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ അഭിനയിക്കാൻ അറിയാത്തവരെ പോലും അഭിനയിപ്പിച്ചെടുക്കാനുള്ള ഒരു കഴിവ് LJPക്ക് ഉണ്ട് എന്നുള്ളത്. അഭിനയിച്ച് കാണിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇത്. നമ്മളങ്ങനെ അഭിനയിക്കേണ്ട കാര്യമില്ല. കമൽ സാർ മുമ്പെങ്ങോ പറഞ്ഞത് ഈയിടെ മോഹൻലാലിനെ എപ്പോഴും ഒരു മാസ് ഹീറോ ആയിട്ടാണ് കാണുന്നത്. പലപ്പോഴും മമ്മൂട്ടിക്ക് ആ ഒരു ബാധ്യത വരുന്നില്ല എന്നുള്ള. രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള പ്രത്യേകതകളും ചിലപ്പോൾ പരിമിതികളും ഉണ്ടാവും. സെന്ററിൽ പള്ളിയെ നിർത്തിയിട്ട് ഇവിടെ സംഗീതവും ഇവിടെ പ്രണയവും നിർത്തണം. ഞാനാണ് ലിജോയും കണ്ടുമുട്ടി പണ്ടേ മാമോദീസ പ്രായം. സ്വാതിയുടെ കണ്ണാണെന്നുണ്ട് എനിക്ക്. ലിജോ ഫസ്റ്റ് ഉടക്കിയേക്കുന്നത് അതിലായിരിക്കുള്ളൂ. കണ്ണ് കൊണ്ടും ഉള്ളു കൊണ്ടും. ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്, എന്നാലും സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യോ? എന്താ പേഴ്സണൽ ഒപ്പീനിയൻ? നമുക്ക് എങ്ങനെ മുടിയിരുന്നത് നോക്കിയിട്ടാണ് ഇവിടുത്തെ പല ചെറുപ്പക്കാരും മുടിയിരുന്നത്. കേരളത്തിൽ പകുതി പേര് ചെരിഞ്ഞ് നടക്കുന്നവരാണ്. നമ്പർ 1 ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്കാഡമി JM അക്കാഡമി, കമ്മിറ്റഡ് ടു എക്സലൻസ്. മികച്ച പരിശീലനത്തിലൂടെ ഉന്നത വിജയം നേടാം. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തിരക്കഥാകൃത്ത് PS റഫീഖ്. വെൽക്കം സർ. തിരക്കഥാകൃത്ത് എന്ന് പറഞ്ഞാൽ പോരാ അല്ലേ, ലിറിസിസ്റ്റ്, റൈറ്റർ എന്നൊക്കെ കുറെ ആഡ് ചെയ്യാനും കൂടി ഉണ്ട്. ഇപ്പോൾ മലൈക്കോട്ടെ വാലിബൻ 10 വർഷത്തിന്റെ ശേഷം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കൂടെ വീണ്ടും ഒരു സിനിമ എന്നുള്ള രീതിയിലാണ്. തുടക്കത്തിൽ തന്നെ LJP മോഹൻലാൽ കോംബോ എന്നുള്ളതായിരുന്നല്ലോ ഇതിന്റെ ഹൈലൈറ്റ്. ഇതിന് വലിയൊരു ഹൈപ്പ് വന്നതും അവിടെ തുടങ്ങിയിട്ട് തന്നെയാണ്. അപ്പോൾ അത് തിയേറ്ററിൽ എത്തുമ്പോൾ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് തോട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാമെന്നുള്ള തീരുമാനം ഉണ്ടാവുന്നതും ഒക്കെ എങ്ങനെയാ? ഈ സിനിമ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ സിനിമ ലാലേട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സബ്ജക്റ്റിലേക്ക് എത്തുന്നത് വേറൊരു ടേണിംഗ് പോയിന്റിൽ വെച്ചാണ്. ഞങ്ങൾ ഒരുമിച്ച് വേറൊരു വർക്കിന് ഇരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ലാലേട്ടൻ്റെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം വന്നപ്പോൾ നമ്മളങ്ങനെ കണ്ടിന്യൂ ചെയ്തെന്നുള്ളൂ. നേരെ മലൈക്കോട്ടെ വാലിബനിലേക്ക് ഷിഫ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു നാടോടി കഥ അല്ലെങ്കിൽ ഒരു ജിപ്സി ഫൈറ്റർ ആയിട്ടുള്ള ഒരു വാലിബൻ, അതൊക്കെ എങ്ങനെയാ വരുന്ന ആലോചനയിൽ വരുന്നത്? അങ്ങനെ കുറേ നേരത്തെ തന്നെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള സാധനങ്ങളാണ്. ലിജോ നേരത്തെ തന്നെ ആലോചിച്ചിട്ടുള്ള പ്ലോട്ടാണ് അത്. പല രീതിയിലായിരുന്നു മാത്രം ആദ്യം. അത് ഫൈനലി ഇങ്ങനൊരു പ്രോസസ്സിലോട്ട് എത്തി. അത് ലിജോയുടെ തോട്ടാണ്. ഇതിപ്പം അവസാനിക്കുന്ന പോലും മലൈക്കോട്ടെ വാലിബൻ 2 പ്രതീക്ഷയിലാണ്. അപ്പൊ ഈ കഥ തുടങ്ങുന്ന സമയത്ത് ഇത്രയും ലാർജായിട്ട് തന്നെയാണോ അതിന്റെ ഒരു സ്റ്റാർട്ട് ടു എൻഡ് ആലോചിച്ചത്? അതെ അതെ, ഉറപ്പായിട്ടും. അതൊരു ഇപ്പൊ നിങ്ങൾ കാണുന്ന മലൈക്കോട്ടെ വാലിബൻ ഒരു സാധാരണ സിനിമയല്ലല്ലോ. അതിന്റെ ജയത്തിന്റെയും പരാജയത്തിന്റെ അപ്പുറത്ത് വേറൊരു തരത്തിലുള്ള സിനിമയല്ലേ അത്. അതിനങ്ങനെ തന്നെയാണ് ആലോചിച്ചത്. അതിന്റെ ഒരു വലിപ്പം എന്നുള്ള രീതിയിലാണ് ആലോചിച്ചത്. ഈ സിനിമ ഈ പറഞ്ഞ പോലെ മോഹൻലാൽ സിനിമ എന്നുള്ളത് കൊണ്ട് ഇപ്പൊ മുമ്പ് ചെയ്ത് ഇപ്പൊ ഉട്ടോപ്പിയയിലെ രാജാവാണ് ഒരു സൂപ്പർ സ്റ്റാർ ഫിലിം, അല്ലെങ്കിൽ മമ്മൂട്ടി. പക്ഷെ കമ്പാരിറ്റീവ്ലി അതൊരു സാധാരണക്കാരന്റെ കഥയാണ്. ഇത് ഒരു ലാർജർ ദാൻ ലൈഫ് സാധനങ്ങളൊക്കെ വരുന്ന അമാനുഷികനായ ഒരാള് മോഹൻലാൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞ എക്സ്പെക്ടേഷൻ അവിടെ നിലനിൽക്കുമ്പോൾ റൈറ്റിംഗ് പ്രോസസ്സിൽ എപ്പോഴെങ്കിലും അത് ഒരു ബാധ്യത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തോട്ട് എപ്പോഴും തലയിൽ കിടന്നിരുന്നോ? മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറല്ല ബാധ്യതയല്ല നമുക്കൊരു ഇത് തരുന്നത്. വാലിബൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ലാലേട്ടനല്ല ബാധ്യത ഉണ്ടാകുക, ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിൻ്റെ ഒരു ഇതും വലിപ്പവും അയാളുടെ ഒരു ലെവൽ ഉണ്ടല്ലോ, അതാണ് നമുക്കെപ്പോഴും ഒരു എഴുത്തിൽ പ്രശ്നം ഉണ്ടാക്കുക. അതാണ്, ലാലേട്ടനല്ല. ഇതിന്റെ ഒരു ഫസ്റ്റ് ഡേ റെസ്പോൺസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് LJP പ്രസ് മീറ്റ് നടത്തി. ഫസ്റ്റ് കുറച്ച് അധികം നെഗറ്റീവ്സ് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പലരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഒരു മോഹൻലാൽ സിനിമ നേരിനൊക്കെ ശേഷം തിയേറ്ററിൽ എന്താണോ നമ്മൾ ബുക്ക് മൈ ഷോയിലൊക്കെ പ്രതീക്ഷിക്കുന്നത് അത് വെച്ച് കുറച്ചൊന്ന് ആളുകൾ കയറുന്നത് കുറവാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ സാറിന് അതിൻ്റെ ഒരു റിലീസിന്റെ മുമ്പും ഇപ്പോഴും എന്താ ശരിക്കും ഫീൽ ചെയ്യണം? അങ്ങനെ ഒരു നമ്മൾ പ്രതീക്ഷിച്ചതും ഇപ്പോൾ
സിനിമ എന്നുള്ള അർത്ഥത്തിൽ അത് ഒരു പരാജയം എന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. പരാജയം മീൻസ് സിനിമ അതിൻ്റെ പണിയെടുക്കുന്നുണ്ട്. ആ സിനിമയ്ക്ക് ആ സിനിമയുടെ ഒരു ലെവല് വെച്ചിട്ട് അത് കാണുന്ന ചില ആളുകൾക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. മാർക്കറ്റിൻ്റെ ഒരു രീതി അതല്ല. മാർക്കറ്റ് മറ്റൊരു രീതി ചിന്തിക്കും. ഭൂരിപക്ഷത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ടിപ്പിക്കലായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് അല്ലല്ലോ ആ സിനിമയ്ക്ക്. മാർക്കറ്റിംഗിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫാൻ ഷോ വരുന്നത് പലരും അഭിപ്രായങ്ങൾ പറയുന്നതാണ്. ഫാൻ ഷോ വെക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലല്ല അത് മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതിൻ്റെ ഒരു? ഫാൻസ് ഷോ ആക്ച്വലി പിന്നെ അത് നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുള്ളത് വാസ്തവം. ഷോ വെക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും അവരവരുടെ വിഷൻ ഉണ്ടാവുമല്ലോ. ചിന്തിക്കാനുള്ള ഫ്രീഡവും പറയാനുള്ള ഫ്രീഡം ഒക്കെ ഉള്ളൊരു രാജ്യത്താണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ആ സിനിമയ്ക്കൊരു ദോഷം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവരും റിയലൈസ് ചെയ്യാൻ തുടങ്ങും. കാരണം നമുക്ക് മനസ്സിലാവുന്ന ഒരു സാധനം ലാലേട്ടൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ലല്ലോ. ലാലേട്ടൻ കുറേ നാളുകളായിട്ട് ലാലേട്ടൻ്റെ വേറൊരു തരത്തിലുള്ള ആക്ടർ എന്നുള്ള നിലക്കുള്ളൊരു സംഗതി ഈ സിനിമയ്ക്കകത്തുണ്ട്. ഉറപ്പായിട്ടും അത് നമുക്കറിയാം, സൂക്ഷ്മമായിട്ട് കാണുമ്പോൾ വാച്ച് ചെയ്യുമ്പോൾ അറിയാലോ. അപ്പൊ നമുക്ക് അതങ്ങനെ ഒരു പരാജയമായിട്ട് തോന്നുന്നില്ല. ഷിബു ബേബി ജോൺ പറഞ്ഞത് മമ്മൂട്ടിയുടെ പരീക്ഷണചിത്രങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത മോഹൻലാലിന് കിട്ടുന്നില്ല. കമൽ സാർ മുമ്പെങ്ങോ പറഞ്ഞത് ഈയിടെ ഇത് വന്നിട്ടുണ്ടായിരുന്നു, മോഹൻലാലിനെ എപ്പോഴും ഒരു മാസ് ഹീറോ ആയിട്ടാണ് കാണുന്നത്, പലപ്പോഴും മമ്മൂട്ടിക്ക് ആ ഒരു ബാധ്യത വരുന്നില്ല എന്നുള്ളത്. എന്താ തോന്നിയിട്ടുള്ളത് പേഴ്സണലി ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളോട്? രണ്ടുപേരും നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ അധികായരായിട്ടുള്ള ആക്ടേഴ്സാണ്. അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അതൊക്കെ. അങ്ങനെയല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയൊന്നുമല്ല. രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള പ്രത്യേകതകളും ചിലപ്പോൾ പരിമിതികളും ഉണ്ടാവും. ആക്ടർ എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ നമുക്ക് തന്നെ സങ്കല്പിക്കും. ഒരാള് ഇപ്പോൾ ഈ വേഷം ചെയ്ത് മമ്മൂക്ക ചെയ്താൽ നന്നാവുമെന്ന് തോന്നും നമുക്ക് ചില സമയത്ത്, അല്ലെങ്കിൽ ഇത് ലാലേട്ടൻ ചെയ്താൽ നന്നാവും നമുക്ക് തോന്നൂലേ. പക്ഷെ ഇവർ രണ്ടുപേരും വലിയ ഇന്ത്യൻ സിനിമയുടെ വലിയ ആക്ടേഴ്സാണ്. വാലിബന്റെ ഒരു ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റിലുള്ള വാലിബന്റെ സമ്മിശ്ര പ്രതികരണങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇപ്പം ലിജോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അബദ്ധമല്ല. നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ ഏതൊരു പോയിന്റിലാണ് എത്തി നിൽക്കുന്നത്? നിങ്ങൾ ചെയ്ത ക്രാഫ്റ്റ് 2 സെക്കൻഡ് എന്നുള്ളൊന്ന് മുന്നിൽ നിൽക്കുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു ചിന്തയിൽ സെക്കൻഡ് ഇറക്കുക എന്നുള്ളത്? ആ ഒരു പ്രോസസ്സിലേക്ക് മുന്നോട്ട് പറ്റും. അത് സെക്കൻഡ് സംഭവിക്കും, രണ്ടാം ഭാഗം ഉണ്ടാവും. കാരണം വാലിബന്റെ യാത്ര തുടർച്ചയായിട്ടുണ്ടാവുന്ന ഒരു സാധനമാണ്. യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും അയാൾ. അത് എല്ലാ ഭൂമികയിലൂടെയും യാത്ര ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് 2, 3 ഉണ്ടാവട്ടെ. രാഷ്ട്രീയം ഏതെങ്കിലും പലതരത്തില് ഒപ്പീനിയൻ രാഷ്ട്രീയം സംബന്ധിച്ച് വരുന്നുണ്ട്. രാഷ്ട്രീയം ഏതെങ്കിലും രീതിയിൽ ഇതിനെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അപ്പം അയോധ്യ വിഷയം സംസാരിക്കുന്നവരുണ്ട്. PS റഫീഖ് എഴുതുന്ന ഒരു കഥയിൽ ഒരു എന്താ പറയുക സംഘപരിവാർ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നതിൽ തന്നെ ഒരു അസംബന്ധം ഉണ്ടെന്നാണ് പേഴ്സണലി വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ പോലും പറയപ്പെടുന്ന മേ ബി ഒരു ലുക്ക് കൊണ്ട്, അല്ലെ ആ റാക്ക് സോങ്ങിന്റെ ഒരു വിഷ്വൽ കണ്ടിട്ട് വരെ അങ്ങനെ കമന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും ഈ കമന്റുകളൊക്കെ വരുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയം എന്നുള്ളത് രാഷ്ട്രീയമല്ല ആക്ച്വലി. അതൊരു തരം പിന്നെ അധികാരം നിലനിർത്താനുള്ള അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തരം കടിപിടിയാണ്. അത് പൊളിറ്റിക്സ് അല്ല. അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നൊരു പ്രവണത ഉണ്ട് മൊത്തം സൊസൈറ്റിയിൽ. എന്തിനേയും നമ്മളിപ്പോൾ സമീപകാലത്ത് പലതും കണ്ടതല്ലേ, ഭക്ഷണത്തിലുള്ള പലതരം വിവാദങ്ങൾ, ഭക്ഷണത്തിൽ ഇട്ടാണ് തരുന്നതെന്ന് പറയുന്ന പലതരം പ്രചരണങ്ങൾ. അത് രാഷ്ട്രീയമാണെന്ന് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയം അതല്ല, വിദ്വേഷ പ്രചരണങ്ങളാണ്. ആൾക്കാരെ തമ്മിലടുപ്പിക്കാൻ അകറ്റാനുള്ള വിദ്വേഷ പ്രചരണങ്ങൾ മാത്രമല്ല, ഒന്നും രാഷ്ട്രീയമൊന്നും അല്ലത്. അപ്പോൾ അത്തരത്തിലല്ലത് ഞാൻ കണ്ടത്. അയോധ്യ പ്രശ്നത്തിൽ ലാലേട്ടൻ എന്ന് പറഞ്ഞ ആളെ ഇവിടുത്തെ മലയാളി ഒരിക്കലും മാറ്റി ഒന്നുമില്ല. മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടന്മാർ 2 നടന്മാരും ആണ്, മമ്മൂക്കയും ലാലേട്ടനും. ലാലേട്ടൻ സത്യത്തിൽ നമ്മളൊരു കുടുംബാംഗത്തെ പോലെ ആണ് നമ്മൾ മലയാളികൾ കാണുന്നത്. മമ്മൂക്കയാണെങ്കിൽ നമ്മുടെ ഒരു എന്താണ് വലിയേട്ടൻ ഏട്ടൻ എന്നുള്ള മലയാളിയുടെ സൈക്കിൾ ഇത് വളരെ നേരത്തെ കയറിയിട്ടുണ്ട് സാർ. ലാലേട്ടൻ അങ്ങനെ ഒഴിവാക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല.
മലയാളി ഒഴിവാക്കാൻ സാധ്യതയില്ല. സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ജിപ്സി ഫൈറ്റർ എന്നൊക്കെ ഉള്ള ട്രാവൽ ചെയ്ത് അപ്പൊ അയാൾ ആദ്യം നമ്മൾ അടിവാരത്തൂരാണ് വാലിബനെ കാണുന്നത്. മാങ്ങോട്ട് കളരി എത്തുമ്പോൾ കളരി എന്ന് നമ്മൾ കണ്ടിട്ടുള്ള കളരിയേ അല്ല അവിടെ ചെന്നെത്തുമ്പോൾ ആ കൂടാരം അല്ലെങ്കിൽ ആ അമ്മ അവരുടെ വേഷം. ചമതകൻ ത്രൂ ഔട്ട് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് ചമതകൻ നമ്മളെ ഹോണ്ട് ചെയ്യുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ചമതകൻ സംസാരിക്കുന്ന സ്ലാങ്ങിൽ പോലും അല്ലെ ഒരു മലയാളിയെ കൊണ്ട് പ്യുവർ മലയാളം പറയിച്ചിട്ടില്ലേ നിങ്ങൾ? അപ്പോഴും ആ ഒരു ഡബ്ബ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ അതിലെ തേനമ്മ എന്നുള്ള ക്യാരക്ടർ, തേനമ്മേനെ രണ്ട് രീതിയിൽ പറഞ്ഞവരുണ്ട്. ട്രാൻസിന് ഒരു നെഗറ്റീവായിട്ട് എപ്പോഴും തെറ്റ് ചെയ്യുന്നവരായി എന്ന് പറഞ്ഞൊരു വേർഷൻ ഞാൻ വായിച്ചു. പേഴ്സണലി അതും തേനമ്മ നല്ല സ്ട്രോങ് ക്യാരക്ടറാന്നൊരു ഒപ്പീനിയൻ എനിക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു ട്രാൻസിനെ അങ്ങനെ ഒരു കഥയിൽ ഉൾപ്പെടുത്തി. ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് പല ദേശങ്ങളുടെ ഭാഗങ്ങളായിട്ടല്ലേ. ഇപ്പൊ ആ മയിലാടും എന്നുള്ള പാട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നതല്ല, വേറൊരു സ്ഥലമാണ്. അപ്പൊ ഇത്രയും സ്ഥലങ്ങൾ, ലൊക്കേഷൻ, ഇങ്ങനെയുള്ള പലതരം കൾച്ചർ മിക്സ് ചെയ്യുക, ഇതൊക്കെ ഒരു കഥയുടെ പ്രോസസ്സിൽ എങ്ങനെയായിരുന്നു വന്നു ചേർന്നത്? ഉറപ്പായിട്ടും ഈ വാലിബൻ എന്ന് പറയുന്ന ആള് കടന്നു പോകുന്ന ഓരോ ഭൂമികയും വ്യത്യാസം ഉണ്ടാവുമല്ലോ, ഓരോ സ്ഥലവും വ്യത്യാസം ഉണ്ടാവും. അവിടുത്തെ ആളുകൾ, അവിടുത്തെ ഭൂപ്രകൃതി, പ്രകൃതിയിലെ നിറങ്ങൾ വരെ, കളറുകൾ വരെ മാറ്റം ഉണ്ടാവും. അങ്ങനെ അതിങ്ങനെ വലിപ്പം വെച്ച് വരുന്ന ഒരു പരിപാടിയാണ്, പ്രോസസ്സാണ്. ആ വലിപ്പം നമ്മൾ ഇത് സബ്ജക്റ്റ് ആലോചിക്കുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. ആ വലിപ്പം ഉണ്ട്. ഇപ്പം വാലിബനൊക്കെ ആൾക്കാർക്ക് എന്താണെന്ന് അറിയില്ല. നമ്മളൊരു പുതിയ സിനിമ വെക്കുന്നതും ബേസ് ആയിട്ടൊരു സാധനം ഇരുന്നിട്ട് ഒരു കഥ എടുക്കുമ്പോൾ അതിൽ എഴുത്തില്ലേ ഇത്തരം ബാധ്യതകളൊന്നും ഇല്ലാതെ നമുക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ റൈറ്ററും കൂടിയാണ്. അപ്പൊ വേറൊരു റൈറ്ററുടെ എടുത്ത് എഴുതുന്നതിലൊരു റെസ്പോൺസിബിലിറ്റി കൂടുകയാണോ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. വിധേയൻ എന്ന് പറഞ്ഞ സക്കറിയ സാറിന്റെ കഥ, നമ്മുടെ ഒരു വലിയ നല്ല ഉഗ്രൻ ഒരു സിനിമ സംവിധായകനുണ്ട്, അടൂർ ഗോപാലകൃഷ്ണൻ സാറ്. അദ്ദേഹം എടുത്തു, വിധേയൻ എടുത്തു. വിധേയൻ സക്കറിയ സാറിന്റെ നോവല് പോലെയല്ല, മറ്റൊരു സാധനമാണ് സിനിമ എന്ന് അടൂര് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ സിനിമയിൽ. അതിനാദ്യം ചെറിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആദ്യം തട്ടപ്പനും ചെറിയ രീതിയിൽ വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഈ വ്യത്യാസം അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. പിന്നീട് സക്കറിയ സാർ എന്നത് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, അടൂരിന്റെ വേർഷനാണ് ശരി, സിനിമ വേറെയാണ്. സിനിമ സംവിധായകന്റെ ഒരു സാധനമാണ്, അത് അയാളുടെ കാഴ്ചയും. അത് ഒരു ടെക്സ്റ്റ് എടുത്ത് വർക്ക് ചെയ്യുന്ന രീതി, അയാൾ വർക്ക് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. മാവോയിസ്റ്റ് ജല്ലിക്കെട്ടാവുമ്പോഴും അതെ വേറെ ആണല്ലോ, നമ്മൾ കണ്ടതാണല്ലോ. അത് മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ കഥയേ അല്ലല്ലോ ജല്ലിക്കെട്ട്. അതിൻ്റെ ഒരു ആ എലമെന്റ് മാത്രം എടുത്തിട്ട് വേറെ തരത്തിൽ വർക്ക് ചെയ്യല്ലേ. വിഷ്വലി ഉള്ള ഒരു ഇതാണ്. ഫസ്റ്റ് മൂവി LJPയുടെ കൂടെ സാറിൻ്റെ എന്ന് പറയുന്നത് നായകനാണ്. LJPയുടെയും സാറിൻ്റെയും ഒരു ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് അല്ലെ. ഒരു കഥകളിയും അതുപോലെ എന്താ പ്രതികാരവും അണ്ടർവേൾഡും എന്ന് പറയുന്ന വളരെ വ്യത്യസ്തമായ ഒരു കോമ്പിനേഷൻ. അത് ഇന്ന് കാണുമ്പോഴും നമുക്ക് ഇതെങ്ങനെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നു എന്ന് ആലോചന വരും. എങ്ങനെയാ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ? ഈ തലതിരിഞ്ഞ കോമ്പിനേഷൻ ഞങ്ങളെ അങ്ങനത്തെ ആൾക്കാർ ഫസ്റ്റ് പരിപാടിയാണത്. അത് അത്ര നമുക്ക് വർക്കായോ അല്ലെങ്കിൽ നമുക്കത് വേറൊരു തരത്തിൽ നമുക്ക് ഉപകാരപ്പെട്ടൊന്നും പിന്നെ പറയാൻ പറ്റില്ല. ആദ്യത്തെ പരിപാടിയാണ്, പക്ഷെ ഉപകാരപ്പെട്ടിട്ടുണ്ട് സത്യത്തിൽ. അതിന് പരിമിതികൾ ഒരുപാടുണ്ട്. നമുക്കതിന് പണം മുടക്കുന്ന ഭാഗത്തു നിന്നുള്ള പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്. കുറേ വർഷം എടുത്തിട്ടാണ് അത് പുറത്തിറക്കാൻ കഴിഞ്ഞത്. കുറേ വർഷം, ഒരുപാട് വർഷമല്ല. ക്യാമറാമാൻമാർ തന്നെ 4 പേര് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അതൊക്കെ അത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു പരിപാടി. ഇന്ന് നമുക്ക് മിസ് ചെയ്യുന്ന ഒരുപാട് പേര് വരുന്നുണ്ട്. അവരുടെ കൂടെ അന്നത്തെ വർക്കിംഗ് സാർ ഉണ്ടായിരുന്നോ ലൊക്കേഷനിൽ ഒക്കെ? പിന്നെ ഓർമ്മകളുണ്ടോ ആ ഒരു? എനിക്ക് ഭയങ്കര, ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നൊരു കാര്യം, തിലകൻ ചേട്ടനും ജഗതി ചേട്ടനും എൻ്റെ ഒരു ആദ്യത്തെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആ മെയിനിൽ അദ്ദേഹം തിലകൻ ചേട്ടൻ അഭിനയിക്കേണ്ടതായിരുന്നു. ഏത് റോളായിരുന്നു? പാപ്പൻ. മണിച്ചേട്ടൻ ചെയ്ത്. അതെ, അദ്ദേഹത്തിന് നമ്മൾ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് ഏകദേശം നമ്മൾ വർക്ക് തുടങ്ങാനാവുമ്പോഴാണ് തിലകൻ ചേട്ടൻ ഹോസ്പിറ്റലിലാവുന്നത്. അദ്ദേഹം ചെയ്യേണ്ട വേഷമായിരുന്നു അത്. പിന്നെ ജഗതിച്ചേട്ടൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റി. അത് രണ്ടും ഒരു വലിയ ഭാഗ്യമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. LJP ഇപ്പം കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിൽ പറഞ്ഞു 10 സിനിമകൾ പ്രായമുള്ള ഒരു സംവിധായകനാണ് ഞാൻ എന്നുള്ള. അപ്പോൾ ടിനു പാപ്പച്ചനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ അഭിനയിക്കാൻ അറിയാത്തവരെ പോലും അഭിനയിപ്പിച്ചെടുക്കാനുള്ള ഒരു കഴിവ് LJPക്ക് ഉണ്ട് എന്നുള്ളത്. ഈ 3 സിനിമകളിൽ എപ്പോഴെങ്കിലും അങ്ങനെ അഭിനേതാക്കളല്ലാത്ത ആളുകളെ
ഇങ്ങനെ അഭിനയിപ്പിച്ചെടുത്തത് സാറിന് ഓർത്തെടുക്കുന്ന ഏതെങ്കിലും ഉണ്ടോ? പിന്നെ നമ്മൾ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. ആമേൻ എന്ന് പറഞ്ഞ സിനിമയിൽ മിക്കവാറും ആൾക്കാർ പുതിയ ആളുകളായിരുന്നു. അവരിൽ ഓരോരുത്തരും ഇന്ന് മലയാളത്തിലുണ്ട്, പല വേഷങ്ങൾ ചെയ്തുകൊണ്ട്. LJP ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴേ ഇപ്പൊ നമുക്ക് കുറെ പുറത്ത് നമ്മൾ കുറെ കേൾക്കുമല്ലോ സെറ്റിൽ ഇങ്ങനെയാണ് അതൊക്കെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും റൈറ്റിംഗിൽ എന്തായാലും ഒരു കഥാകൃത്തും ഒരു സംവിധായകനും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം നിങ്ങളുടെ വർക്കിംഗ് പാറ്റേൺ എങ്ങനെയാ? ഒന്നിച്ചിരുന്ന് ഒരു സ്ക്രിപ്റ്റിന്റെ മുകളിൽ വർക്ക് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ രണ്ടുപേര് രണ്ട് സ്പേസിൽ ഇതിൽ വർക്ക് ചെയ്യാണോ? മിക്കവാറും ഒന്നിച്ചായിരിക്കും. ആ സമയം ഒരുമിച്ചായിരിക്കണം എന്ന് നമുക്ക് രണ്ടുപേർക്ക് തോന്നാറുണ്ട്. കാരണം ആരാണ് ഇപ്പം നമ്മളൊരു സീൻ പറയുമ്പോൾ എന്ത് തരം ഇൻപുട്ടാണ് വേണ്ടതെന്നൊക്കെ അത് രണ്ടാൾ കൂടി ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഉറപ്പായിട്ടും അതിനൊരു വേറൊരു തരത്തിലുള്ളൊരു സംഗതി വരുമല്ലോ. എഴുതാൻ വേറെ അങ്ങനെ പോവാറില്ല. നമ്മളൊരു സെലിബ്രേഷൻ പോലെ ചെയ്യണുണ്ടായിട്ടുള്ളത്. സംഭവിക്കുന്ന ഒരു പരിപാടി. എഴുത്തിന്റെ പ്രോസസ്സ് അങ്ങനെയാണ്, നമ്മൾ ഒരുമിച്ചിരുന്ന് ഒരു ആഘോഷം പോലെ. ഉട്ടോപ്പിയയിലെ രാജാവ് കമൽ സാറിന്റെ കൂടെ ചെയ്യുന്നു, നാട്ടുകാരനും കൂടെയാണ്. രണ്ട് കൊടുങ്ങല്ലൂരുകാരുടെ സിനിമയായിരുന്നു അത്. പിന്നെ തൃശ്ശൂർ ബേരൂർ ക്ലിപ്സ്, അതിലൊക്കെ ഒരു വേറെ ടൈപ്പ് അല്ലേ. ആമേനൊക്കെ കഴിഞ്ഞ് വന്നൊരു കോമഡി, കുറച്ചുകൂടെ റിലേറ്റബിൾ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു കോമഡി വന്നു. പക്ഷെ രണ്ടും അത്ര തിയേറ്റർ സക്സസ് എന്ന് പറയാൻ പറ്റാത്തതായിരുന്നു. അതിന്റെ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ സക്സസ് ആവാതെ പോയത് എങ്ങനെയാ സ്വീകരിച്ച് ബാധിച്ചിരുന്നു? അതൊക്കെ ബാധിക്കും സ്വാഭാവികമായിട്ടും. നമ്മൾ കാരണം വെറുതെ അനാവശ്യമായിട്ട് ഇയാൾ എഴുതിയാൽ ശരിയാവില്ല എന്നൊക്കെ തോന്നൂല ആൾക്കാർക്ക്. അത് നമ്മുടെ കരിയറിനെ ബാധിക്കുമല്ലോ. അങ്ങനെ ബാധിച്ചിട്ടുണ്ട്, മുഴുവനായിട്ടല്ല. എന്നാലും നമ്മളെ എഴുത്തിനെ മാനിക്കുന്ന അല്ലെങ്കിൽ എഴുത്തിനെ അറിയാവുന്ന ആൾക്കാർ ഉണ്ട്, ഇൻഡസ്ട്രിയിലുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ലിജോ തന്നെ വീണ്ടും നമ്മൾ എഴുതുന്നു, ലിജോക്കെ അറിയാം, അങ്ങനെ വിളിക്കും. സെക്കൻഡ് LJP ആയിട്ട് വരുന്ന ആമേൻ വരുമ്പോൾ ആമേൻ ടോട്ടലി ഒരു ആലപ്പുഴേന്റെ അല്ലെ കുട്ടനാടിന്റെ ബാക്ക്ഡ്രോപ്പിൽ ഇഷ്ടംപോലെ സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതൊന്നേ ഉള്ളൂ. അതുവരെ മലയാളി കാണാത്തൊരു പ്രണയമാണെങ്കിലും ഈ പറഞ്ഞൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ആണെങ്കിലും ഒരു സ്പിരിച്വാലിറ്റീൻ്റെ ഒരു പരിപാടിയാണെങ്കിലും ഒക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഫാദർ വിൻസെന്റ് വട്ടോളി വെച്ചിട്ട് ഒരു കമ്പാരിസൺ പണ്ട് ഏതോ ഒരു ഗ്രൂപ്പിൽ കണ്ടിട്ടില്ല. നന്ദനം സിനിമയുടെ ക്ലൈമാക്സും ഇതും തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്. കാരണം അവിടെ ശ്രീകൃഷ്ണനാണെങ്കിൽ ഇവിടെ പുണ്യാളൻ വരുന്നു എന്നുള്ള രീതിയിൽ. ഞാൻ ക്ലൈമാക്സ് തന്നെ ചോദിക്കാം, ഈ പരിപാടി ഉണ്ടല്ലോ നമ്മൾ പണ്ടും കണ്ടിട്ടുണ്ട്, ദൈവം എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നത്. അതിലൊരു രണ്ടാമത്തെ ഒരു ചിന്ത വന്നിരുന്നു, ഇത് വേണോ? ഒരിക്കലുമില്ല. വിൻസെന്റ് വട്ടോളി എന്ന് പറയുന്ന കഥാപാത്രം ദൈവം ആണ് എന്ന് നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ റിയലൈസ് ചെയ്യണത്. അതെ, അതുവരെ അയാളുടെ കൂടെയാണ്. അയാൾ ദൈവമാണെന്ന് നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ട് എഴുതിയതല്ലേ ഇത്. ഓ അങ്ങനെ. ഉറപ്പായിട്ടുമല്ല. അതിങ്ങനെ ഗ്രാജുവലി അതിങ്ങനെ വളർന്ന് ഇയാൾ ദൈവമാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യണാണ്. അതുകൊണ്ടാണ് ആ ക്ലൈമാക്സ് ഉണ്ടായത് ഏറ്റവും അവസാനം. ഇതിന്റെ പള്ളിയുടെ സെറ്റ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് വട്ടാന്ന് ആൾക്കാർ വിചാരിക്കും എന്നൊക്കെ LJP അന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പള്ളിക്ക് സെറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതും കേരളത്തിൽ ആ ഒരു ഭാഗത്ത് എന്നൊക്കെ ഉള്ള ഇത് നിങ്ങൾ കുട്ടനാട്ടിൽ പ്ലേസ് ചെയ്ത് ഈ ക്യാരക്ടറുകളൊക്കെ പിക്ക് ചെയ്ത് അന്ന് ഈ കഥ LJPയുടെ തലയിലാണോ ഈ കഥയുടെ ഒരു ആദ്യത്തെ ആശയം? അതിന്റെ ഒരു എലമെന്റ് LJP ലിജോ പറഞ്ഞതാണ്. LJP എന്നൊക്കെ പറയുമ്പോ എനിക്കൊരു ലിജോ പറഞ്ഞതാണ്, നമുക്ക് പറഞ്ഞ ശീലം. അദ്ദേഹത്തിന്റെ നാട്ടിലെ ഒരു പള്ളിയിലെ അച്ഛൻ്റെ ഒരു ക്യാരക്ടർ. അയാള് ഒരു പള്ളി പുതുക്കി പണിയാൻ തീരുമാനിച്ചു അദ്ദേഹം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇയാള് പലതരത്തിലും ഭയങ്കര അരഗന്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അയാളെ ഒന്ന് ഒഴിവാക്കാൻ ജനങ്ങളൊക്കെ കൂടി ഒരു പരാതിയൊക്കെ എഴുതി ഒപ്പുശേഖരണം നടത്തി ബിഷപ്പ് ഹൗസിലേക്ക് അയച്ചു. അപ്പോൾ അത് ഇങ്ങനെ ഒരു സംഗതി നടക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, പള്ളി പുതുക്കി പണിയാൻ തീരുമാനിച്ചു. പള്ളി പുതുക്കി പണിയുമ്പോൾ ഒരു 15 കൊല്ലം കൂടി അവിടെ ഇരിക്കാം. ഇതാണ് ആദ്യത്തെ സാധനം. ഈ പറഞ്ഞ ബാൻഡ്, ഈ ഒരു ബാക്ക്ഡ്രോപ്പ്, കുട്ടനാട്, പിന്നെ ഈ കുമരങ്കരി പള്ളി, അത് ലിജോ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഈ കായലിനോട് ചേർന്ന് പള്ളിയുടെ നേരില് കായൽ എന്നൊക്കെ പറയുന്ന ഇതൊക്കെ പതുക്കെ ഇതിലേക്ക് കയറി അല്ലെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ വന്ന് ചേർന്നായിരുന്നു ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും. ബാൻഡൊക്കെ പിന്നീട് നമ്മൾ ഒരുമിച്ചിരുന്ന് അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ വന്നു ചേർന്നതാണ്. ബാൻഡ്, ലൂയി പാപ്പൻ, ചാലിപ്പാപ്പൻ, എല്ലാവരും ആ ലൈഫും. അപ്പോൾ സെൻട്രലിൽ പള്ളിയെ നിർത്തിയിട്ട് ഇവിടെ സംഗീതവും ഇവിടെ പ്രണയവും നിർത്തണമെന്ന് ഞാനാണ് ലിജോ എടുത്ത് പറയുന്നത്. നടുവിൽ പള്ളിയെ നിർത്തുക, ഇവിടെ പ്രണയം, ഇവിടെ മ്യൂസിക്, ഇതിന് മൂന്നിനെയും കൂടി
ഒരേപോലെ കൊണ്ടുപോകണം സിനിമയിൽ. അങ്ങനെയാണ് തിരക്കഥ. അതിനോട് ഒരു റോനസ് ഈ സിനിമയ്ക്ക് ഉണ്ട്. ഇപ്പം കുളപ്പള്ളി ലീല ചേച്ചി ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഡയലോഗ് ഉണ്ടല്ലോ ആ ചായക്കടയിൽ നടന്നത്, എന്നോട് സീനിയറായ ചില ആക്ടേഴ്സ് ചോദിച്ചിരുന്നു എന്തിനാ ലീല ഇതൊക്കെ ചെയ്തത് എന്ന്. അപ്പം അവരോട് പറഞ്ഞു, ചേച്ചി ഞാൻ എന്താ ചെയ്തത്, ഒരു ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഇത് പറ്റുമെങ്കിൽ എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ എനിക്കത് ഒരു ആക്ടറെന്ന് എനിക്കത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ മറുപടി കൊടുത്തതെന്നാണ് പറഞ്ഞത്. ആ തരം റോനസ് ഇപ്പം ആ പൊതിഞ്ഞു കൊണ്ടു കൊടുക്കുന്നതിലൊക്കെ റോനസ് ഉണ്ടല്ലോ, അത് കീപ്പ് ചെയ്യാന്ന് വിചാരിച്ച് എന്തുകൊണ്ടായിരിക്കും. എനിക്കത് പലരും നെറ്റ് ചൊളിക്കുന്ന ചില ഏരിയകളായിരിക്കാം, പക്ഷെ അതിന് വലിയ അക്സെപ്റ്റൻസ് ഉണ്ടായത്. സിനിമയിൽ നിലവിളക്ക് കത്തിച്ചിട്ടോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പടം വെച്ചിട്ടുമാണ് സിനിമ സാധാരണ തുടങ്ങുന്നത്. നമ്മളിത് ഇത് എറിഞ്ഞാണ് തുടങ്ങിയത്. അതെ, അത് അവരുടെ ക്യാരക്ടർ അതാണ്. ചെറുതാന്ന് പറഞ്ഞാൽ അവര് തെറി പറയും, ഇതൊക്കെ പറയും അവര്. എന്ത് തരം സദാചാരമാണ് നമ്മൾ ആലോചിച്ചു പോണത്. അമ്മേനെ ഇറങ്ങിയപ്പോഴും ഈ ഒട്ടും എന്താണ് സംസ്കാരമുള്ളവർക്ക് കാണാൻ പറ്റാത്ത സിനിമ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഭയങ്കര ബഹളം ഉണ്ടാക്കിയതാണ്. ഇന്നത്തെ പല നിരൂപക സിംഹങ്ങളും ഘോരഘോര നിരൂപണം എഴുതിയതാണ്. ഇത് എന്ത് സിനിമയാണ് ഇത്, മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന ടേബിളിലോട്ടാണോ ഇത് വലിച്ചെറിയണമെന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പൊ അവന്റെ സ്ഥിതി എന്താണ് നിങ്ങൾ? അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ആക്സെപ്റ്റൻസ് കൊണ്ടാണ്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ക്യാരക്ടേഴ്സ് ഇല്ലേ? ഉണ്ട്, നമ്മുടെ തൊട്ടു കൺമുൻപിൽ വരെ ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ എന്താണ് പൊതിഞ്ഞു പിടിച്ച് ജീവിക്കുന്നത്. ഇതിലെ പാട്ട് സോളമനും ശോശനും എഴുതിയതും സാർ തന്നെയാണല്ലോ. അതിന്റെ മ്യൂസിക് വേണ്ട അല്ലെങ്കിൽ അങ്ങനെ മതി എന്ന് സെറ്റ് ചെയ്യുന്ന പ്രശാന്ത് പിള്ളയായിട്ട് നിങ്ങളുടെ മറ്റൊരു അസോസിയേഷൻ ഇപ്പം വാലിബലിലൊക്കെ വരുന്നുണ്ട്. LJBയുടെ ഒരുപാട് പടങ്ങളുടെ ഭാഗമാണ് ആ പാട്ട്. ഇന്നും ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ഫ്രഷ് ആണ്, ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ പ്ലേ ലിസ്റ്റിലുള്ള ഒരു പാട്ടാണ്. മ്യൂസിക് BGM ഒന്നും ഇല്ലാതെ നമ്മൾ ആ സൈലൻസ് നമ്മളിങ്ങനെ ആസ്വദിക്കുകയാണ്. ആ പാട്ടിന്റെ എഴുത്തും പ്രശാന്ത് പിള്ളയൊക്കെ ആയിട്ട് ഒന്നിച്ചു ചേർന്നാ നിങ്ങൾ ആ മ്യൂസിക് ഇല്ല ആക്ച്വലി, പക്ഷെ അത് ലിറിക്സ് ചെയ്ത് എങ്ങനെയാണ് ചെയ്തെടുത്തത്? അത് ഒരു ഹിന്ദി സോങ് ആയിട്ട് എനിക്ക് പ്രശാന്ത് അയച്ചു തരാണ്. നമുക്ക് അയച്ചു നമ്മൾ എഴുതാനിരിക്കുമ്പോൾ ഞാൻ ലിജോ ആലപ്പുഴയിലിരിക്കണം. ഒരു ഹിന്ദി സോങ് ആണ്. തും ആയേഗാ നാ മേരെ ഹംസഫർ എന്ന് പറഞ്ഞിട്ടൊരു അവര് ഡമ്മി ഹിന്ദിയിലാണ് ഒരു പാട്ട്. അപ്പോൾ ഞാൻ ചുമ്മാ തമാശക്ക് എഴുതിയതാണ്. ഞാൻ പാട്ട് എഴുതി പരിചയമുണ്ട് മുമ്പ്, ഞാൻ ആൽബങ്ങൾക്കൊക്കെ പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വെറുതെ എഴുതി നോക്കിയാണ്, ഡമ്മി എഴുതിയതാണ്. സോളമനും ശോശന്റെയും ഞാൻ പാടിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ. ഈ സോളമനും ശോശന്നയും കണ്ടുമുട്ടി പണ്ടേ, മാമോദീസ പ്രായം തൊട്ടേ ഉള്ളറിഞ്ഞേ തമ്മിൽ, കണ്ണ് കൊണ്ടും ഉള്ളു കൊണ്ടും മിണ്ടാതെ മിണ്ടി പണ്ടേ, കണ്ണ് കൊണ്ടേ ഉള്ളു കൊണ്ടേ മിണ്ടാതെ മിണ്ടി പണ്ടേ. അതെങ്ങനെ എപ്പോ കേട്ടാലും നമ്മൾ അതിലേക്ക് പോകുന്നൊരു പ്രത്യേക എഫക്റ്റ് ഉള്ള ഒരു സോങ് ആണ് തന്നെ പറയാം. സോളമനായി ഫഹദിനെയും സ്വാധീനം അതുപോലെ ഇത്രയേറെ നടിമാരുള്ള സ്വാതിയുടെ കണ്ണാണെന്നുണ്ട് എനിക്ക്. ലിജോ ഫസ്റ്റ് ഉടക്കിയേക്കുന്നത് അതിലായിരിക്കുള്ളൂ. കണ്ണുകൊണ്ടേ ഉള്ളുകൊണ്ടേ എന്ന് പറയുന്ന പാട്ടിലുള്ള കണ്ണില്ലേ, അവരെ കാസ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയതാണ്. ഞാൻ ഇതുവരെ ലിജോട് ചോദിച്ചില്ല. അവരുടെ കണ്ണിന്റെ ഒരു സുബ്രഹ്മണ്യപുരത്തിൽ അവരുടെ കണ്ണ് വെച്ചിട്ടൊരു കളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതിലാണ് ഇവരെ കാസ്റ്റ് ചെയ്താലോ ഒന്ന് ലിജോ ആലോചിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. ഫഹദ് പിന്നെ ഓൾറെഡി ഫഹദിനെ വെച്ച് ചെയ്യാമെന്ന് നമുക്ക് ഞാൻ റസൂൽ നടന്നുകൊണ്ടിരിക്കുന്നു. LJBയുടെ എല്ലാ പടങ്ങളും വരുമ്പോഴേ ഇപ്പോഴും ചിലര് വിമർശിച്ച് എഴുതുന്നുണ്ട്, നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്നാണ് സ്ഥിരം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് വിമർശനം വരുന്നുണ്ട്. എന്താ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചെയ്ത 3 പടങ്ങളും നിങ്ങളൊന്നിച്ച് ചെയ്ത 3 പടങ്ങളും ഈ പറഞ്ഞ പോലെ വ്യത്യസ്തമാണ്. അങ്ങനെ നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ ആണോ ഈ പറഞ്ഞതൊക്കെ? ആയിരിക്കും. ഞാൻ എല്ലാത്തരം സിനിമകൾ കാണുന്ന ഒരാളാണ്. എനിക്ക് എല്ലാത്തരം കാപ്പിയും കുടിക്കാൻ പറ്റും. അതിനുള്ളതും കുടിക്കും, ഇല്ലാത്തതും കുടിക്കും, എഴുതാനും എല്ലാം തരം. പക്ഷെ പ്രേക്ഷകനെ നമ്മൾ മുന്നിൽ വെച്ചിട്ടേ നമ്മളത് ഒരു സെർവ് ചെയ്യുമ്പോഴേ നമ്മൾ അങ്ങനെ എപ്പോഴെങ്കിലും നമ്മളെ ചിന്തയിൽ വരും, ഇത് ചിലപ്പോ ഈ ടൈപ്പ് ആള്. കാരണം ഓക്വേർഡ് ആയിട്ടുള്ള ചിന്തയിലേക്ക് പോകില്ല എന്ന് മാത്രം. നമ്മൾ സ്റ്റീരിയോ ടൈപ്പിലേക്ക് പോവില്ല. ഒരു കഥാപാത്രം ആലോചിക്കുമ്പോൾ ഇതിന് മുൻമാതൃകകളുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു കഥ ആലോചിക്കുമ്പോൾ തന്നെ ഒരു മുൻമാതൃക ഉണ്ടോ എന്നാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുക. നമ്മൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ആർട്ടിസ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏറ്റവും വിജയിച്ച സംവിധായകനും ഏറ്റവും പരാജയപ്പെട്ട സംവിധായകനും ജോർജ് സാറായിരിക്കും. KG ജോർജ് സാറായിരിക്കും.
ജോർജ് സാറിന് എൻ്റെ മരണശേഷം ജോർജ് സാർ ഗ്രേറ്റ് ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ജോൺ എബ്രഹാമുമായിട്ട് ഒരു ബന്ധമില്ലാതിരുന്ന ആൾക്കാർ ജോൺ എബ്രഹാം മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും ജോണെന്നും പറഞ്ഞ് ലേഖനം എഴുതാൻ തുടങ്ങിയ സ്ഥലമാണത്. ഇവരൊക്കെ ഭയങ്കര പ്രതിഭകളാണെന്നേ. പരാജയപ്പെട്ട മനുഷ്യനെന്ന് ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിന് പല സിനിമകളും അദ്ദേഹത്തിൻ്റെ ഓടിയിട്ടൊന്നുമില്ല, പരാജയം. പത്മരാജൻ സാറിൻ്റെ സിനിമകൾ നോക്കുക, ഇന്ന് ആഘോഷിക്കുന്ന തൂവാനത്തുമ്പികൾക്ക് ആരെയും മഴയൊന്നും ആർക്കും വേണ്ട. അത് ഭയങ്കര മഴയെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല ആൾക്കാർ. പടത്തിൽ ഭയങ്കര മഴയെന്ന് പറഞ്ഞിട്ട് കപടതല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ റോനസിന്റെ കൂടെ ചുരുളി തെറി വന്ന സമയത്ത് ഇതേ വർത്തമാനം ഉണ്ടായിരുന്നു, ആമേന്റെ പോലെ തന്നെ. അത് കുറച്ച് ഭീകരമായിരുന്നു. ഇപ്പൊ റീസെന്റ് ആണ് ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്ത മനുഷ്യരിലേക്ക് ഇത് എത്തിയപ്പോൾ സ്വാഭാവിക സെൻസറിങ്ങും 2 വേർഷനും ഒക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരുകാരനാണ്, ഭരണിപ്പാട്ടിന്റെ ഒക്കെ ഒരു കൾച്ചർ ഉള്ള ഒരു നാട്ടിൽ നിന്നാണ്. അത് നമ്മുടെ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കൾച്ചറാണ്. ഈ പറഞ്ഞ പോലെ ഇത്തരം കൾച്ചറുകളൊക്കെ ഉള്ള ഒരു നാട്ടിൽ നിന്ന് ഇറക്കുന്ന സിനിമകളിൽ ഇതെല്ലാം ഈ തെറികളായാലും അല്ലെങ്കിൽ എന്താ പറയാ വേറെ ഈ ആമീൻ പോലെയുള്ളതൊക്കെ ആയാലും ഇതിനൊക്കെ ഒരു സെൻസറിങ് എന്നുള്ളതിനോട് പേഴ്സണലി എന്താ തോന്നുന്നത്? തെറി എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് തെറിവാക്കായിട്ട് എന്തും എടുത്തു പറയാം. അത് നമ്മുടെ എക്സ്പ്രഷൻ അനുസരിച്ച് തെറിയാവുന്നതാണ്. നമുക്ക് എൻ്റെ മോനേന്ന് വളരെ സ്നേഹവായ്പോടെ വിളിക്കണ പോലെ തന്നെ നല്ല ദേഷ്യം വരുമ്പോൾ എൻ്റെ മോനേന്ന് വിളിച്ചാൽ അർത്ഥം മാറൂലേ? മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ തെറിയൊന്നുമില്ല. എന്തൊരു തെറിയായിട്ട് പറഞ്ഞു അവയവങ്ങളാണ് മനുഷ്യൻ്റെ, അതല്ലേ? അത് മനുഷ്യനില്ലാത്തൊന്നുമല്ല. തെറിയെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്, എന്നാലും സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യോ? എന്താ പേഴ്സണൽ ഒപ്പീനിയൻ? പറഞ്ഞും കേട്ടും ചിലപ്പോൾ പലർക്കും അടുത്തായിരിക്കും. സാറിൻ്റെ ഒരു ഒപ്പീനിയൻ? പലതരത്തിലാണത്. നമ്മളെ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. മമ്മൂക്കയുടെ ഹെയർ സ്റ്റൈല് ഒരു കാലത്ത് മമ്മൂക്ക എങ്ങനെയാണ് മുടിയിരുന്നതെന്ന് നോക്കിയിട്ടാണ് ഇവിടുത്തെ പല ചെറുപ്പക്കാരും മുടിയിരുന്നത്. എനിക്കൊക്കെ സുഹൃത്തുക്കളുണ്ട്. ഇനി മറ്റൊന്ന് പറയാം, കേരളത്തിൽ പകുതി പേര് ചെരിഞ്ഞ് നടക്കുന്നവരാണ്. ലാലേട്ടൻ അനുകരിക്കുന്ന ആൾക്കാരാണ് പലരും. വേഷത്തിലും ഭാവത്തിലൊക്കെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. മുണ്ട് മടക്കി കുത്തി അപ്പൊ ഒരു എത്ര ജഗന്നാഥന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് പറയും. ഒരുപാട് പേര് കിട്ടാറുണ്ട്. ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. അങ്കമാലിയിൽ ഇതുപോലെ ഡബിൾ ബാരലിലും ഒക്കെ പാട്ടുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില് ഡോനേനയുടെ മലയാളം വേർഷൻ എഴുതി. അതുപോലെ അയലത്തെ പെണ്ണൻ്റെ ഉള്ളിൽ ലിജോന്റെ കൂടെ ബാക്കി പാട്ടുകൾ എഴുതുക എന്നുള്ളത് എങ്ങനെയായിരുന്നു? അത് ആമീന്ന് തുടങ്ങി ഇങ്ങനെ? എൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ് അദ്ദേഹത്തിന്. ഞാൻ എഴുതിയ നന്നാവുന്ന തോന്നുന്ന പാട്ടുകൾ എന്നെ വിളിച്ച് എഴുതിപ്പിക്കും. ഈ അങ്കമാലിയിലെ പാട്ട് ഒന്ന് പാടാൻ പറ്റുമോ? അതിൽ ഏതെങ്കിലും ഒന്ന് വേണോ? അയലത്തെ പെണ്ണിന്റെ ഉള്ളിൽ വന്നു പള്ളിപ്പെരുന്നാള് കൂടി, പിന്നെ ആരാരും കാണാതെ നെഞ്ചിൽ മറന്നിട്ട തൂവാല വാങ്ങി. 2 സിനിമകളുടെ 2 ആണ് എപ്പോ സംഭവിക്കുന്നത്? ആമേൻ 2 ഉണ്ടാവുമോ? ആമേൻ ഇനി ഒരു 2 ഇല്ല എന്നുണ്ട്. അന്നൊരു ചിന്ത ഉണ്ടായിരുന്നു അല്ലേ അങ്ങനെ? ആമേൻ 2 ആമേൻ ഇനി അങ്ങനത്തെ 2 ഇല്ല. ആമേൻ ഇനി ആവർത്തിക്കൂല. ഇല്ല, വേറൊരു സിനിമ ആലോചിക്കുമായിരിക്കും. വാലിബൻ 2ന്റെ ഇത് ഇനി എപ്പോഴാണ് ഏകദേശം? അതിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നൊക്കെയുള്ളത് നമ്മൾ സംസാരിച്ചതിന് ശേഷം പറയാൻ പറ്റുള്ളൂ. എപ്പോ എടുക്കണം, എങ്ങനെയാണ്. താങ്ക് യു സോ മച്ച്. കുറച്ച് നേരം സംസാരിക്കാൻ പറ്റി. താങ്ക് യു സർ.